ഈ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടും ഈ മോദി സർക്കാരിന്റെ 3.0 ആയി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരുപാട് വിമർശനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് മോദി സർക്കാർ മൂന്നാമത് അധികാരത്തിൽ വന്നത് പലരുടെയും കാല് പിടിച്ചും 5 വർഷം തികയ്ക്കുമോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പൊ സുരേഷ് ഗോപിയുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. ഒരു നടി കുറെ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്ത് ട്രോളുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ബി.ജെ.പിയുടെ ഒരു വളർച്ച അത് ഈ അസൂയാവഹമായി നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ബി.ജെ.പിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രോളിയവർക്ക്, ഈ വിമർശിച്ചവർക്കും ബി.ജെ.പി ഒരിക്കലും കേരളത്തിൽ വേര് പിടിക്കില്ല, ബി.ജെ.പി ഒരിക്കലും ബി.ജെ.പിക്ക് പറയുന്ന രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാകില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടി എന്താണ്? കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം അത് ഒട്ടും സുഗമമായിട്ടുള്ള പാതയിലൂടെ ആയിരുന്നില്ല. വളരെയധികം കഷ്ടപ്പെട്ട് കല്ലും മുള്ളും നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് ബി.ജെ.പി ഇവിടെ പ്രവർത്തിച്ചത്. അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ, കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. തലമുറകളാണ് ഈ പാർട്ടിക്ക് വേണ്ടി ഇവിടെ പ്രവർത്തകർ അവർ ചിലവാക്കിയത്, അല്ലെങ്കിൽ തലമുറകളുടെ പ്രയത്നമാണ് കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് മനുഷ്യർ ഇവിടെ ചെലവഴിച്ചത്. അതിന്റെയൊക്കെ ഫലം കിട്ടിയത് ഇപ്പോൾ മാത്രമാണ്. ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞുകൊണ്ടും ബി.ജെ.പിയുടെ കൊടിയെടുത്ത് ബി.ജെ.പിക്കാരനാണെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയ പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യർ ഈ കേരളത്തിലുണ്ട്. ലക്ഷക്കണക്കിന് പേരുണ്ട്. ഈ പാർട്ടിയുടെ ആദർശം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ട നൂറുകണക്കിന് പേരുണ്ട്. അംഗഭംഗം നേരിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ബലിദാനികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ മാത്രം എതിരാളികൾ കള്ളക്കേസിൽ കുടുക്കി ഇരട്ട ജീവപര്യന്തം വരെ അനുഭവിക്കേണ്ടി വരുന്ന നിരവധി മനുഷ്യർ ഇപ്പോഴും കേരളത്തിലെ ജയിലുകളിലുണ്ട്. അപ്പൊ അത്തരം ഒരുപാട് മനുഷ്യരുടെ ചോരയും നീരും കണ്ണീരും അതിന്റെ ഫലമാണ് ഇന്ന് ബി.ജെ.പിക്ക് കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കാലത്ത് ബി.ജെ.പി കേരളത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി മാറും, കേരളത്തിലും അധികാര സ്ഥാനങ്ങളിൽ വരും എന്നുള്ളത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ത്യജിക്കാൻ തയ്യാറുള്ള, ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒട്ടേറെ പേരറിയാത്തതും പേരറിയുന്നതുമായ ഒട്ടേറെ മനുഷ്യർ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പേർ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് കേരളത്തിലെ പാർട്ടി ഘടകത്തോട് കേന്ദ്ര നേതൃത്വത്തിനുള്ള ആദരവ് എന്ന് പറയുന്നത്. മോദിജി 2014 അധികാരം ഏറ്റെടുത്ത, അല്ലെങ്കിൽ അധികാരത്തിൽ വന്ന ദിവസം, തെരഞ്ഞെടുപ്പ് ദിവസം, റിസൾട്ട് വന്ന ദിവസം ആദ്യം തന്റെ വിജയം സമർപ്പിച്ചത് കേരളത്തിൽ ബലിദാനികളായിട്ടുള്ള പ്രവർത്തകർക്കായിരുന്നു. അത് ഒരുപക്ഷെ ഒരു എം.പിയുടെ പിന്തുണ പോലും കേരളത്തിൽ ഇല്ലാതിരുന്നിട്ടും മോദിജി അങ്ങനെ ചെയ്യാൻ കാരണം കേരളത്തിലുള്ള പ്രവർത്തകർ ചെയ്തിട്ടുള്ള അവർ പ്രകടിപ്പിച്ചിട്ടുള്ള അസാമാന്യമായിട്ടുള്ള ധീരതയും അവരുടെ ലക്ഷ്യബോധത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിനുമുള്ള ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം കേരളത്തിൽ ബി.ജെ.പി വരില്ല, കേരളത്തിൽ ബി.ജെ.പി ഒരിക്കലും വിജയിക്കില്ല എന്നൊക്കെ പറയുന്നവർ വാസ്തവത്തിൽ ജനാധിപത്യത്തെയും ജനങ്ങളുടെ വിവേചനാധികാരത്തെയുമാണ് വെല്ലുവിളിക്കുന്നത്. ജനങ്ങളുടെ വിവേചനാധികാരവും ജനങ്ങളുടെ ബുദ്ധിശക്തിയും അവരുടെ തിരഞ്ഞെടുക്കാനുള്ള ശേഷിയും ഒക്കെ തങ്ങളുടെ ആജ്ഞാശക്തിക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ എതിരാളികളും വളരെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു നറേറ്റീവാണ്, ബി.ജെ.പി കേരളത്തിൽ വിജയിക്കില്ല. അങ്ങനെ പറഞ്ഞ് ബി.ജെ.പിയുടെ വിജയത്തെ തടയാം എന്നുള്ള ഒരു മൂഢ സ്വർഗത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. ബി.ജെ.പിക്ക് പലപ്പോഴും ചെറിയ രീതിയിലുള്ള ഇലക്ട്രൽ സക്സസ് ഒക്കെ കേരളത്തിൽ ഉണ്ടായപ്പോഴും, പല സ്ഥലങ്ങളിലും ചെറിയ വിജയങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ബി.ജെ.പി വലിയ തോതിൽ വിജയിച്ചു വരുന്ന തടയാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ബി.ജെ.പിയുടെ വിജയം തടയാൻ വേണ്ടി തീർത്തും തെറ്റായിട്ടുള്ള മാർഗങ്ങൾ അവർ സ്വീകരിച്ചു. നമുക്കറിയാം, പലപ്പോഴും സി.പി.എം കോൺഗ്രസിന് വോട്ട് ചെയ്യുകയും കോൺഗ്രസ് സി.പി.എമ്മിന് വോട്ട് ചെയ്യുകയും മുന്നണികൾ തമ്മിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് ബി.ജെ.പി അധികാരത്തിൽ മാറ്റി നിർത്താനും വേണ്ടിയുള്ള പരിശ്രമം നടത്തി. കാസർഗോഡും മഞ്ചേശ്വരത്തും പാലക്കാടും ഒക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. ബി.ജെ.പിയുടെ നിയമസഭാ പ്രവേശനം തടയാൻ വേണ്ടി വളരെയധികമുള്ള പ്രയത്നം ഉണ്ടായി. അതിന് ഈ രണ്ട് മുന്നണികളും നടത്തുന്ന പ്രയത്നത്തെയും സഹായിക്കാൻ ചില ഛിദ്രശക്തികൾ, ബി.ജെ.പി പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ചില വിഭാഗങ്ങളൊക്കെ കൈമെയ് മറന്ന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ബി.ജെ.പിയുടെ വിജയം കുറെ കാലം തടഞ്ഞു നിർത്താൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഒരു പാഴ്മുറം കൊണ്ട് ഉദിച്ചു വരുന്ന സൂര്യനെ തടയാൻ സാധിക്കില്ല എന്നുള്ളതുപോലെ ബി.ജെ.പിയെ എന്തായാലും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ 20% വോട്ട് നൽകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 20% വോട്ട് ബി.ജെ.പി നേടിയിട്ടുള്ളത് കേരളത്തിലെ വലിയൊരു വിഭാഗം ബി.ജെ.പിക്ക് പൂർണ്ണമായിട്ടും എതിരായിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് 20% വോട്ട് നൽകുന്നത്. അതായത് കേരളത്തിലെ 50-60% ജനങ്ങളിൽ നിന്നാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ 20% വോട്ട് പെർസെന്റേജ് കിട്ടുന്നത്. അതായത് ഈ 50-60% ജനങ്ങളിലെ ഏകദേശം
40% പേരെങ്കിലും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ മതപരമായ കാരണം കൊണ്ട് BJPക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള 20% വാസ്തവത്തിൽ വലിയ മുന്നേറ്റമാണ്. മാത്രമല്ല BJP നല്ല സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ള മണ്ഡലങ്ങളിൽ അത് ആ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 30% മേലെയാണ്. അതായത് 2-3% ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ ആ മണ്ഡലങ്ങളൊക്കെ BJPക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. തിരുവനന്തപുരവും ആറ്റിങ്ങലും ആലപ്പുഴയും പത്തനംതിട്ടയും പാലക്കാടും ഒക്കെ BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള, തീർച്ചയായിട്ടും ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ് എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുകയാണ്. അതായത് കേരളത്തിലെ ഒരു 10-50 നിയമസഭാ മണ്ഡലങ്ങൾ BJPക്ക് പാകമായി കഴിഞ്ഞു എന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് ഭാവി കേരളത്തിന്റെ രാഷ്ട്രീയം എന്തായിരിക്കും എന്നുള്ളതിന്റെ ഒരു ചൂണ്ടുപലകയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ടുള്ള വലിയ വികാരം കേരളത്തിലുണ്ട്, ജനങ്ങൾക്കിടയിലുണ്ട്. കാലങ്ങളായി തങ്ങളെ ഭരിച്ചു മുടിച്ച ഇരു മുന്നണികളെയും തിരസ്കരിച്ചുകൊണ്ട് ഒരു മൂന്നാം ബദൽ കേരളത്തിൽ ഉയർന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കേരളം ഇതുവരെ അനുഭവിച്ചിട്ടുള്ള വികസന രാഹിത്യത്തിനും അതുപോലെ തന്നെ പിന്തിരിപ്പൻ നയങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് മോദി സർക്കാരിന്റെ വികസന നയങ്ങൾക്ക് അനുസൃതമായി നിലകൊള്ളുന്ന ഒരു ഭരണം കേരളത്തിലും ഉണ്ടാകണം. കേരളത്തിലും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ BJPയെ ആക്ഷേപിച്ച നിരവധി ആളുകളുണ്ട്, കളിയാക്കിയവരുണ്ട്. BJP പ്രവർത്തകരെ വളരെയധികം ആഴത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ മുറിവേൽപ്പിച്ച ഒരുപാട് പരാമർശങ്ങൾ നടത്തിയ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാവരും നാളെ BJPയോടൊപ്പം വരേണ്ടവരാണ്. ഈ കളിയാക്കിയവരും നാളെ BJPയോടൊപ്പം തന്നെ വരേണ്ടവരാണ് എന്ന ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇവരെല്ലാവരും അവർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന മുറയ്ക്ക് അവർ അത് തിരുത്തി BJPയോടൊപ്പം വരുമെന്നും ഭാവി കേരളത്തിന്റെ ഒരു മുന്നേറ്റത്തിന് വേണ്ടി BJPയോടൊപ്പം കൈകോർത്ത് അവരെല്ലാവരും നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.